അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ, അതായത് ബാലപീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന, ബലാത്സംഗത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന 2 വയസ്സ് മുതൽ 8, 9 അങ്ങനെ പോവുകയാണ്. 3.5, 4, 6 ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ കണ്ട് ഇപ്പോൾ ഒരു നിരന്തരമായ ഒരു കാഴ്ച വസ്തു പോലെ ആയിരിക്കുകയാണ്. നമ്മൾ മരവിച്ചു പോവുകയാണ്. നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വന്ന് കമന്റ് ഇടുകയാണ്, കമന്റുകൾ വായിക്കുകയാണ്. ഇതിന് മാത്രമേ നിർവാഹമുള്ളൂ. ഇനി നമ്മുടെ വീട്ടിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. നമ്മൾ അമിതമായി എല്ലാവരെയും വിശ്വസിക്കുകയാണ്. ഇവിടെ കല്യാണി എന്ന് പറയുന്ന കുട്ടിയുടെ വിഷയമാണ് കുറേ ദിവസങ്ങളിലായി നമ്മളെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു വിജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന ഒരു യൂട്യൂബ് ചാനലല്ലേ? അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ആവശ്യവും അനാവശ്യവുമായ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടേതുപോലെ തോന്നുന്ന അനുഭവങ്ങളാണ്. അത് വിദൂരമല്ല, ഒരിക്കലുമല്ല. നമുക്ക് നമ്മുടെ കുടുംബത്തിലും മറ്റുള്ള ഓരോ കാര്യങ്ങളിലും എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു, അതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണ് എന്ന് എന്ത് ഗ്യാരണ്ടിയാണ് എനിക്ക് നിങ്ങൾക്കും പറയുവാനുള്ളത്? നമ്മൾ ഏറ്റവും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ കൊലയാളികളായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ. അതുകൊണ്ട് നമുക്കൊന്നും ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല, ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ, അതായത് ഒരു കൊലപാതകം നടന്ന് അതേ കൊലപാതകം അതേ റോൾ മോഡൽ ആവുകയാണ്. വെള്ളത്തിലും എറിഞ്ഞു കൊല്ലുകയാണെങ്കിൽ അതേ റോൾ മോഡൽ, ഒരു കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നാൽ അതേ റോൾ മോഡൽ, ഇങ്ങനെ ഓരോ കൊലപാതകങ്ങളും ഓരോ റോൾ മോഡൽ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് നമ്മുടേത് കൂടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. സ്വാർത്ഥരാകരുത് നമ്മൾ. കാരണം ഞാൻ എപ്പോഴും സുരക്ഷിതത്വത്തിലാണ്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ആളുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയാൻ നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കുകയും അത് വിട്ടുകളയുക, അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ വഴി എന്ന് ചിന്തിക്കുന്നത് സ്വാർത്ഥതയാണ്. കാരണം ഇങ്ങനെ സ്വാർത്ഥരായി ജീവിക്കുന്ന ആളുകൾക്കിടയിലൂടെയാണ് ഇത്തരം സംഭവങ്ങൾ കടന്നു പോയിട്ടുള്ളതും. യഥാർത്ഥത്തിൽ എന്താണ് കാരണം? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീയോ പുരുഷനോ ആരോ ആവട്ടെ, അശ്ലീല വീഡിയോകൾക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു കൊലപാതകം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം സ്ഥിരമായി അശ്ലീല വീഡിയോകൾ കാണുകയും അതിന് അഡിക്റ്റ് ആവുകയും അതിന് മറ്റ് ബലാത്സംഗത്തിന് അല്ലെങ്കിൽ പീഡനത്തിന് ഇതായത് ഇങ്ങനെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന പൈശാചികമായ ഒരു പ്രവണത ഉള്ളിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങൾക്ക് അടിമപ്പെടുന്നത് കൊണ്ടാണ്, അല്ലെ? നിങ്ങൾക്ക് അല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. നമ്മൾ ഓരോ വീട്ടിലും നമ്മളുടെ പുരുഷന്മാര്, നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമ്മുടെ ഫോണുകൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം പരസ്പരം നമ്മുടെ കുടുംബത്തിൽ ബോധവൽക്കരിക്കുക. ഉമ്മമാരെ ശ്രദ്ധിക്കുക, ഉപ്പമാരെ ശ്രദ്ധിക്കുക, സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, കൂട്ടുകുടുംബമായി ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക്, വെറുതെ ഒരു പണിക്ക് ഒരു ജോബ് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള ആളുകളിലേക്ക് കൂടുതലായി ഇത്തരം കാര്യങ്ങൾ, മൊബൈൽ ഫോണിന് ഇത്തരം അശ്ലീല വീഡിയോകൾ കാണാനുള്ള ടൈം അവർ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വീട്ടിൽ ജോലി ചെയ്യുന്ന, വീട്ടിൽ ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകളെ തന്നെയും മറ്റൊരു ജോബും ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് അവരൊന്ന് വിശ്രമിക്കാൻ പോകുന്ന സമയം ഞാനടക്കം നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ബിസിനസ്സോ, നമ്മുടെ ഓൺലൈനിൽ തന്നെ നമുക്ക് പല ബിസിനസ്സുകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇത്തരം അശ്ലീലമായ വീഡിയോസുകളും അതുപോലെ തന്നെ റീൽസുകളും കണ്ട് അടിമപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമാണ് ഇത്തരം ബലാത്സംഗത്തിനും അതുപോലെ തന്നെ പീഡനത്തിന് വേണ്ടിയിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകം. ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ
ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ വീട്ടിൽ ഇല്ലാതാക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തായാലും സർക്കാരിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായി ഒരു നിയമ നടപടിയും ഇനി വരാൻ പോകുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്കും അതുപോലെ ഉന്നതരായ ആളുകൾക്കും അതായത് ഒരുപാട് ബാലപീഡനങ്ങളായാലും സ്ത്രീ പീഡന കേസുകളിലും ഒക്കെ ആയിട്ടുള്ള വലിയ വലിയ ആളുകൾക്കും ഒക്കെ രക്ഷപ്പെടണം. അതുകൊണ്ട് ഇതിനൊരു നിയമം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന കാര്യം. ഗൾഫ് നാടുകളിലൊക്കെ എന്തുകൊണ്ട് ഇത്തരം പീഡനങ്ങൾ നിരന്തരമായി നമ്മൾ കേൾക്കുന്നില്ല? അതായത് ഇത്തരം സംഭവങ്ങൾ അവിടെ നടക്കുകയാണെങ്കിൽ തക്കതായ ശിക്ഷാ നടപടി അവിടെ ഉള്ളത് കൊണ്ട് ഒരാളും അതിനായിട്ട് മുന്നോട്ട് വരികയില്ല. അവരുടെ ജീവനെ അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കായാലും രാഷ്ട്രീയ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കായാലും ഇത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതു കൂടിയാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ വീട്ടിലുള്ളവരായിരുന്നാലും ഇളയാപ്പ അല്ലെങ്കിൽ മൂത്തച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്ന റോളുകളുള്ള ആളുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഓക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് വേണം നമ്മുടെ മക്കളെ ആരെ ഏൽപ്പിക്കേണ്ടത്. പിന്നെ സന്ധ്യ എന്ന് പറയുന്ന രാക്ഷസിയുടെ പക്ഷം പിടിച്ച് പറയുന്ന കൊലയാളികളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരികൾ അവർ നന്നായി ശ്രദ്ധിച്ചോളൂ. അവർ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരേ അല്ല. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.